ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ നിന്റെ പ്രശ്നം? ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ. അതെന്താന്നാ ചോദിച്ചത്? ഇങ്ങനെ ഒരാളിന്റെ മകനായിട്ട് പിറന്നുപോയി. ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ ഭാര്യയായിട്ട് സ്വീകരിച്ചതാണോ ഞാൻ ചെയ്ത കുറ്റം? അച്ഛമ്മയുടെ വാക്കിന്റെ ബലത്തിലാണല്ലോ നിരഞ്ജൻ ഇവിടെ കഴിയുന്നത്. അവർക്ക് മാത്രമല്ല, എനിക്ക് നിരഞ്ജൻ ഇവിടെ നിൽക്കുന്നതിൽ എതിർപ്പൊന്നുമില്ല. അതറിയാം. വിക്രമിനെ പേടിച്ച് അത് പറയുന്നില്ലെന്നേ ഉള്ളൂ, അല്ലേ? അതെ, നിങ്ങൾ അനാഥാലയത്തില് ഒരുമിച്ച് വളർന്നു എന്നല്ലേ എന്നോട് പറഞ്ഞേ? അനാഥാലയത്തിൽ നിന്നും എപ്പോഴാ പുറത്തിറങ്ങിയേ? അതൊന്നും അറിഞ്ഞാ കൊള്ളാം. ഭർത്താവിന്റെ ബാല്യകാലം അറിയുന്നത് നല്ലതാണല്ലോ, കേൾക്കാനൊരു സുഖവും. ഒരുവിധം തണ്ടും തടിയൊക്കെ ആയപ്പോഴാ ഞങ്ങൾ അവിടെ നിന്ന് പടിയിറങ്ങിയത്. ഞങ്ങൾ ചെറിയ പണികളൊക്കെ ചെയ്തു കഴിഞ്ഞു. കടത്തിണ്ണയിൽ അന്തി ഉറങ്ങി. അത് കഴിഞ്ഞ് നിങ്ങൾ തമ്മിൽ എപ്പോഴാ പിരിഞ്ഞത്? പിരിയാൻ എന്താ കാരണം? വല്ല പണമിടപാട് സംബന്ധിച്ചോ മറ്റോ ആണോ പിരിഞ്ഞത്? ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഇടപാടുമില്ല, പിണങ്ങിയിട്ടുമില്ല. അല്ല, എന്താ വർഷയോട് വല്ലതും പറഞ്ഞോ? നേരിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ബിസിനസ് രംഗത്ത് ഞാൻ ചക്രവർത്തിയാണെന്നും നിരഞ്ജൻ വെറും നോക്കുകുത്തി മാത്രമാണെന്നും എന്തോ ഒറ്റയ്ക്കിരുന്ന് പിറുപിറുക്കുന്ന ഞാൻ കേട്ടു. അപ്പോഴാ എനിക്ക് സംശയം തോന്നിയേ നിങ്ങളേതോ ബിസിനസ്സിൽ പങ്കാളികളായിരുന്നു. പണത്തിന്റെ കാര്യത്തിലാണ് നിങ്ങൾ പിണങ്ങിയതെന്ന്. ഞങ്ങൾ തമ്മിൽ ഒരു ബിസിനസ് പങ്കാളിത്തവും ഇല്ലായിരുന്നു. പിന്നെ വിക്രമിന് എന്നോടുള്ള വെറുപ്പ്, അവനൊരു കോടീശ്വരനും ഞാൻ ഓട്ടക്കാലണയായതുകൊണ്ടാ. നിരഞ്ജൻ, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ കള്ളാ. നിങ്ങൾക്കെന്തോ ഒളിപ്പിക്കാനുണ്ട്. എനിക്കറിയേണ്ടത് സത്യമാ. ഒരിക്കൽ മിത്രമായിരുന്ന നിങ്ങൾ ശത്രുവാണോ എങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. പ്ലീസ്, അതാണ് എനിക്കറിയേണ്ടത്. നീ എവിടെയാ? ഞാൻ താഴെയുണ്ടേട്ടാ. ഞാൻ കുളി കഴിഞ്ഞിറങ്ങുന്നവരെ മുറിവിട്ടങ്ങ് പോകരുന്ന് പറഞ്ഞില്ലേ? ഞാൻ ദേ വരുന്നു. നമുക്ക് പിന്നെ സംസാരിക്കാം. പാർട്ടി ഓഫീസിൽ പോയിരുന്ന് വിളിപ്പിച്ചതുകൊണ്ടോ ഫോണിൽ വിളിച്ച് സംസാരിച്ചതുകൊണ്ടോ കാര്യമില്ല. പാർട്ടി പ്രവർത്തകരായ നിങ്ങൾ പാർട്ടി കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാതെ ഒഴിഞ്ഞു മാറി നടക്കുന്നോണ്ടാ ഞാൻ നിങ്ങളെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞത്. അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയാനാണല്ലോ കമ്മിറ്റികൾ വച്ചിരിക്കുന്നത്. നിങ്ങൾ കമ്മിറ്റികളിൽ കൃത്യമായി പങ്കെടുക്കുന്നത് പോലുമില്ല. ജില്ലാ കമ്മിറ്റിയാണല്ലോ ഞങ്ങളെ തീരുമാനങ്ങളൊക്കെ അറിയിക്കേണ്ടത്. ഞങ്ങൾക്ക് ഇതുവരെ ഒരറിയിപ്പും കിട്ടിയിട്ടില്ല. സെക്രട്ടറിയുടെ ഏകാധിപത്യ ഭരണമാണല്ലോ ഇന്ന് പാർട്ടിയിൽ നടക്കുന്നത്. അയാളുടെ താല്പര്യങ്ങൾക്ക് ഒത്താശ മൂളാൻ നിൽക്കുന്നവരെയൊക്കെ അയാൾ വെട്ടി വീഴ്ത്തിക്കൊണ്ടിരിക്കും. ന്യായമായ ഏതൊരു അഭിപ്രായം പറഞ്ഞാലും അതിനെ എതിർക്കാൻ കുറെ അണികൾ അയാളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നതിൽ സത്യമുണ്ടെന്ന് അന്വേഷണത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്ക് ന്യായമായ ഒരു ഒത്തുതീർപ്പുണ്ടാകും. 27-ാം തീയതി വൈകുന്നേരം 5 മണിക്കാണ് കമ്മിറ്റി. മറന്നുപോകരുത്, വരണം. തീർച്ചയായും. പാർട്ടി പ്രസിഡന്റായ കുറുപ്പ് സാർ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ കമ്മിറ്റി വന്നിരിക്കും. വളരെ സന്തോഷം. ഇനിയുള്ള കാലം പാർട്ടിയുടെ നെടും തൂണാകേണ്ടവരാണ് നിങ്ങൾ. നിങ്ങൾ അർഹിക്കുന്ന സ്ഥാനമാനങ്ങളും നേട്ടങ്ങളും ഒക്കെ
കുറുപ്പിന്റെ സജീവ പരിഗണനയിലുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അപ്പോ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ആ ഓ അച്ഛാ, ഒന്ന് നിൽക്കണം. പാർട്ടിക്കാരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവർക്ക് സ്ഥാനമാനങ്ങളും നേട്ടങ്ങളും ഒക്കെ വാഗ്ദാനം ചെയ്തെന്ന് കേട്ടു. സ്വന്തം മകനെ തൊഴിലെടുത്ത് ജീവിക്കാൻ പോലും അനുവദിക്കാത്ത ഒരു അച്ഛനുണ്ട് ഈ നേതാവിന്റെ ഉള്ളിലെന്ന് ആരും അറിയുന്നില്ലല്ലോ. അച്ഛാ, കുടുംബമാണ് ആദ്യത്തെ യൂണിറ്റ്. അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് വേണം നാട്ടിലോട്ട് ഇറങ്ങാൻ. എന്താ സാർ പ്രശ്നം? ഏയ് ഒന്നുമില്ല, നിങ്ങൾ വെക്കോ. നമുക്ക് 27-ാം തീയതി കാണാം. ജഗ, എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. ആയിക്കോട്ടെ. കുറുപ്പ് സാറും ജഗനും തമ്മിൽ എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. അത് ജഗൻ ആ പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്ന അന്ന് മുതൽ തുടങ്ങിയ പ്രശ്നമോ? ഒന്നോർത്ത തന്റെയും മക്കളും തമ്മിൽ പിണങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ രാഷ്ട്രീയ ഭാവിക്ക് നല്ലത്. അല്ലാതെ തന്നെ ഇവിടെ മൊത്തത്തിൽ മക്കൾ രാഷ്ട്രീയമാണ്. പിന്നല്ലേ. വാ. ജഗ, എന്താ നിന്റെ പ്രശ്നം? ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ. അതെന്താന്നാ ചോദിച്ചത്? ഇങ്ങനെ ഒരാളിന്റെ മകനായിട്ട് പിറന്നുപോയി. ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ ഭാര്യയായിട്ട് സ്വീകരിച്ചതാണോ ഞാൻ ചെയ്ത കുറ്റം? അവളെയും കൂട്ടി ഒരു ശല്യമില്ലാതെ ഞാൻ ഇറങ്ങി തന്നില്ലേ? പിന്നെ എന്തിനാ എന്റെ പിറകെ നടന്നിങ്ങനെ ഉപദ്രവിക്കുന്നേ? മാന്യമായിട്ട് തൊഴിലെടുത്ത് ജീവിക്കാൻ പോലും അനുവദിക്കാത്ത നിങ്ങളാണോ ഒരച്ഛൻ? എന്നെ പട്ടിണിക്കിട്ട് കൊല്ലാനാണോ അച്ഛനിങ്ങനെ? എങ്കിൽ അത് തന്നെ നടക്കട്ടെ. മോനെ, ഞാൻ നിന്നെ ഒന്ന് കേക്കണ്ട എനിക്ക്. അച്ഛനെ ഒരു കാലത്ത് ആരാധനയോടെ ഈ നെഞ്ചിൽ കൊണ്ടു നടന്നവനാ ജഗൻ. എന്റെ ഹീറോ ആയിരുന്നു ജഗന്റെ ഒരു കാലത്തെ ഹീറോ. മോനെ, മാനത്തെ കൊട്ടാ